ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളൊരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ്. റോഡ് കാണിച്ചു കൊടുത്താൽ ഓക്കെ, നല്ല നല്ല സൺസെറ്റ്, നല്ല റോഡ്, ആരുമില്ല, അടിപൊളിയാണ്. ഇത് നടക്കാൻ ഞങ്ങളുടെ കൂടെ ഉള്ളത് ഒരാൾ ഇതവനാണ്, ഇതൊരാളാണ്. വേറെ ഇത് നമ്മളെ മെയിന്. നമ്മൾ വണ്ടി അവിടെയാണ് ഇട്ടിക്കണ കേട്ടോ. നമ്മളിപ്പോൾ കുറച്ചൊക്കെ നടന്നിക്കണേ. ഇതിലിരിക്കണവരെന്ത് ചെയ്തോളി, ഇങ്ങോട്ട് പോരി. കാരണം നല്ല സൺസെറ്റ് അടിപൊളി. ഏതാ വ്യൂ ഒന്ന് കാണിച്ചു കൊടുത്തു. ഈ റൂട്ടിൽ ഇങ്ങനെ ആ വ്യൂ നല്ല തണുത്ത, നല്ല കാറ്റടിക്കുന്നുണ്ട്. സത്യം പറയാം, നല്ല കാറ്റ്, എന്തോ രസമുള്ള. ഇത് ഏതാ റോഡ് എന്ന് വെച്ചാൽ നമ്മളെ ചെനക്കുന്ന് തുടങ്ങിയിട്ട് അങ്ങേ തല മറ്റേ പാലച്ചർമാട്, എഡ്രിക്കോട് പാലച്ചർമാട് പോയിട്ട് കയറുന്ന സ്ഥലമാണ് കേട്ടോ. ആ ഒരു ഭാഗമാണ്. ഇതൊരു ബൈപ്പാസാണ്. ഈ മലപ്പുറം ജില്ലയിൽ ഈ ഒരു ബൈപ്പാസും ഉണ്ട്, പിന്നെ നമ്മളെ വട്ടപ്പാറുള്ള ഒരു ബൈപ്പാസും ഉണ്ട്. പിന്നെ ഈ റോഡ് ഇത് ഇത്ര നീളമൊന്നും നോക്കണ്ട. ഈ ഒരു ലാംഗ്ലൈഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചെടുത്തൊക്കെ നല്ല താഴ്ചയുള്ള സ്ഥലം കെട്ടിപ്പൊന്തിച്ചതാണ് കേട്ടോ. താഴേക്കൊക്കെ നോക്കി. ഇവിടെ ഒന്നും പണി പൂർത്തിയായിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കണുള്ളൂ. അല്ല, അത്യാവശ്യം താഴ് ഭാഗമാണ്. പാടി വെറുതെ നടക്കുക. നമ്മളെ വാപ്പ നോക്കി അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ കണ്ണെത്താ ദൂരത്ത് എത്തിയിട്ടുണ്ട്. അത് സൂം ചെയ്തൊക്കെ കാണുന്നുണ്ടോ നോക്കി. അതാണ് വാപ്പ. ഈ റോഡുമുള്ള ഈ ഇതെന്ത് സംഭവം എന്താ? ഇതെല്ലാവർക്കും ഇതേപോലുള്ള സംശയമാണ്. ഇതെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഹൈവേയിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ, നമ്മൾ വാഹനത്തിന് എന്തെങ്കിലും പ്രശ്നം, എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവരെ നമ്പർക്ക് നമ്മൾ വിളിക്കും. അപ്പോൾ നമ്മളോട് കറക്റ്റ് പൊസിഷൻ ചോദിക്കുമ്പോൾ, പോയിന്റ് ചോദിക്കുമ്പോൾ നമ്മൾ ഈ നമ്പർ പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് അതിൻ്റെ ഈ റോഡിൻ്റെ അധികാരികൾ, ഇങ്ങനത്തെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാർ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ വന്നിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനുള്ളതാണ്. മൊത്തം മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ ഇതെങ്ങനെയൊക്കെ ഓരോന്ന് എൻജോയ് ചെയ്യുക. അങ്ങനെ ഇറങ്ങിപ്പോന്നാൽ ഒന്നും സ്റ്റാൻഡേർഡിൽ ഇങ്ങനെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. മാക്സിമം എൻജോയ് ചെയ്യാൻ അങ്ങോട്ട് പോരാ. ഇഷ്ടം കാട്ടണമെന്നില്ല. അപ്പോൾ അത് ഒരു പ്രായമുള്ള, അത്യാവശ്യം പ്രായമുള്ള മൊത്തം മനുഷ്യനാണ്. എന്താന്ന് പറയാൻറ്റോ, എന്താണ് പുളിമരല്ല, പുളിയൊന്നല്ല ചങ്ങയ, മഞ്ചാടിയാണ്. മഞ്ചാടിയാ? മഞ്ചാടി ഉണ്ട്. അതാണ്. അപ്പം മഞ്ചാടി മരം ഇട്ടാ. മഞ്ചാടി മരം കാണാത്തവർ മഞ്ചാടി മരം കണ്ടോളെ. അപ്പം നമ്മൾ നടന്ന് അത്യാവശ്യം കുഴങ്ങിയാണ്. അപ്പം അങ്ങനെ നടന്ന് കുഴങ്ങി വരുന്നവർക്ക് വേണ്ടിയിട്ട് അവിടെ 2-3 ചെറിയ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, കച്ചവടം ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോരുത്തൊന്ന് പോയൊക്കെ എന്തൊക്കെയുണ്ട് എന്ന് ആദ്യം ടെസ്റ്റ് ചെയ്തു. നമുക്ക് ഓരോരുത്ത് എന്തൊക്കെയുണ്ട് എന്ത് ചെയ്യാ ചോദിച്ചേക്കാം. എന്തൊക്കെയുണ്ടടാ? ഉപ്പിലിട്ടതാണല്ലേ കടല വറുത്ത്. എത്ര റുപ്യാണ് ഈ ജാതിക്കൊക്കെ? എത്ര? നെല്ലിക്കോ? 3 റുപ്യ ഉള്ളു കേട്ടാ. നെല്ലിക്കോ 5. ഇതെന്താ? ബീട്രൂട്ട് എത്രടാ? 2. കടലക്ക് 10. നിങ്ങൾക്ക് എന്താ വേണ്ടി? എന്താ വാങ്ങണ്ടി? നമുക്ക് നെല്ലിക്ക എടുക്കല. നെല്ലിക്ക എടുത്തടി. അവനാണ് മെയിൻ കടക്കാരൻ. എത്ര ക്ലാസ്സിലാണ്? 7ാം ക്ലാസ്സിലല്ലേ? ഇനി 7ാം ക്ലാസ്സിലാണ്. എൻ്റെ പേരെന്താടാ? മുഹമ്മദ് ഷാബിൽ. ഇവിടെ അടുത്ത് തന്നെ വീട്? ഇവിടെ അടുത്ത് തന്നെ? ഇതൊക്കെ എൻ്റെ ഒപ്പമുള്ള കച്ചവടക്കാരാ? അവർ എനിക്ക് കമ്പനിക്ക് വന്നാലേ വൈകുന്നേരം കുറച്ചേരാ. നല്ല നെല്ലിക്ക കിട്ടി കുട്ടികളുടെ. അങ്ങനെ ഞങ്ങളെ മുന്നിൽ വാപ്പ ആരാ ഫസ്റ്റ് കൂടുതൽ നടക്കാൻ നോക്കിയിട്ട് പോയതാണ്. വാപ്പാനൊന്ന് കാണിച്ചിട്ട് വാപ്പ അവിടെ നിന്ന് വരുന്നുണ്ട്. വാപ്പ ചെനക്ക് തൊട്ടിട്ട് മമ്മാലിപ്പടി അഡ്രിക്കോട് അവിടെ വരെ പോയിട്ട് അവിടുന്ന് തിരിച്ചു വരികയാണ്. അപ്പോൾ ഇവിടെ എത്താൻ നേരത്ത് വാപ്പാൻ്റെ റിയാക്ഷനെ നോക്കാൻ നമ്മളൊക്കെ എന്ത് ചെയ്ത് കുറച്ചെത്തിയപ്പോൾ നിർത്തി എന്നിട്ട് വണ്ടിയിട്ട് പോകുന്നതാണ്. വാപ്പയാണ് ഇപ്പം ആ തല വരെ പോയിട്ട് തിരിച്ചു വരുന്നത്. വാപ്പാൻ്റെ റിയാക്ഷൻ നമുക്കൊന്ന് നോക്കിയാക്കാം. അപ്പോൾ വാപ്പ എത്തിയിരിക്കുന്നത് ലൈഫ് അങ്ങനെയുണ്ട്. അവിടെ പോയി തലവരെ എന്നിട്ട് വണ്ടി ഓട്ടം പഠിപ്പിച്ചു കൊടുക്കണ്ടാ.
ആ വണ്ടി വിട്ടാൻ പഠിപ്പിച്ചെടുക്കും ഓട്ടോറിക്ഷ. നമുക്ക് വണ്ടി എന്താ ചോദിച്ചേ? വണ്ടി ഓട്ടാൻ പഠിപ്പിക്കുകയാണ്. അങ്ങനെ അവൻ ഓട്ടോറിക്ഷ ഇടാൻ പഠിക്കുകയാണ്. സെക്കൻഡ് ഇട്ട് തേർഡ് ഇട്ട് എനിക്ക് കജ്ജ് വിടാതെ കുറച്ച് റോഡ് കാത്ത് ക്ഷമ്യ